ഹായ് സുഹൃത്തുക്കളെ, മിഥുൻ എന്ന 13 വയസ്സുകാരൻ്റെ ദാരുണാന്ത്യം നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ വളരെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. അതേ പ്രതീക്ഷയോടു കൂടിയാണ് വൈകുന്നേരം അവരെ കാത്തിരിക്കുന്നത്. നമ്മുടെ മക്കൾ തിരിച്ചു വരാൻ വൈകുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ വളരെയധികം ചിന്തകൾ ഉരുത്തിരിയാറുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും തൻ്റെ മകൻ തിരിച്ചു വരില്ല എന്ന തിരിച്ചറിവ് ആ മാതാപിതാക്കളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും. വീട് പണിയാനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നാട്ടിലെ അധികൃതരുടെ 100 നിയമങ്ങൾ പാലിക്കേണ്ട ഈ സാഹചര്യത്തിൽ ഈ സ്കൂളിലെ അനധികൃത നിർമ്മാണത്തിന് എവിടെ നിന്ന് അനുമതി കിട്ടിയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും സ്കൂൾ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത്. അവിടുത്തെ സ്കൂൾ അധികൃതർ കുട്ടികളുടെ ജീവന് ഇത്രമാത്രമേ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെ തന്നെയായാലും ഈ വലിയ അനാസ്ഥയിലൂടെ ഏറ്റവും വലിയ നഷ്ടം മിഥുൻ്റെ കുടുംബത്തിന് മാത്രമാണ്. ഇനി ഒരു മിഥുൻ പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ അധികൃതരും നമ്മളും ഒരേപോലെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇതേപോലെ അനാസ്ഥയിലൂടെ വീണ്ടും ഒരു ദുരന്തം ആവർത്തിക്കരുത്. ഇതേപോലെ പല നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്ന പല സ്കൂളുകൾക്കും ഇത് താക്കീതാണ്.